ഹായ്, ഞാൻ സുനോജ് കുര്യൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ഫാം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളതാണ് ഉമ്മറക്കയാണ് ഈ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉമ്മറക്കാടെയും നമ്മുടെ കബീർക്കാടെയൊക്കെ അർബാബിൻ്റെ ഒരു ഫാമാണിത്. അപ്പോൾ ശരിക്കും കബീറൊക്കെയാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പെല്ലാം ചെയ്തു തന്നെ കേട്ടോ. പക്ഷേ കബീറയ്ക്ക് അർബാബിൻ്റെ കൂടെ ഒരു ഓട്ടം പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് കബീറയ്ക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഉമ്മർക്ക നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് കാണിച്ചു തരും, എല്ലാം പറഞ്ഞു തരും. അഗ്രിവീറ്റ തീറ്റകളാണ് ഈ കോഴിക്ക് കൊടുക്കുന്നത്. എല്ലാം നാടൻ കോഴികളാണ് കേട്ടോ, അടിപൊളി കോഴികൾ. ഇതിന് അഴിച്ചുവിടലൊക്കെ ഉണ്ടോ? രാവിലെ എല്ലാം തുറന്ന് അഴിച്ചു വിടും അല്ലേ? നല്ല നാടൻ പൂവൻ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളാണോ അതോ വലുതായതാണോ? കുഞ്ഞുങ്ങളല്ലേ ഇതെങ്ങനെ ഇൻക്യുബേറ്റർ വെച്ച് ഉണ്ടായ കുഞ്ഞുങ്ങളാണോ അതോ ഇൻക്യുബേറ്ററിൽ ഉണ്ടായ കുഞ്ഞുങ്ങളായതല്ലേ? ടർക്കി കോഴികളെ കണ്ടോ, ടർക്കി കോഴികൾ ഇവിടെ തന്നെ ഉണ്ടായ ടർക്കി കോഴിയുടെ കുഞ്ഞുങ്ങളാണിത്. ഇവിടെ 2 ഗിനി കോഴിയും കൂടെ ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരെ മാറ്റി സെപ്പറേറ്റ് ഇട്ടേക്കുന്നതാണ്. 2 പേരെ ഉള്ളൂ ഈ ഫാമിലുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളെല്ലാം കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടിനകത്ത് കയറിയേക്കോ കേട്ടോ. ഇതുകൊണ്ട് എഡുവിച്ചനൊക്കെ ഇതിനെ കോഴീനെ കണ്ടോണ്ടിരിക്കുക. എഡുവിച്ച കോഴിക്കുഞ്ഞ് സൂപ്പറാണോ? സൂപ്പർ കോഴിക്കുഞ്ഞാണോ? ഒരെണ്ണത്തിന് ഒരു കാലേ ഉള്ളോ? ആ എഫറിനും എഡുവിനും കൂടെ മണ്ണൊക്കെ വാരി കളിക്കും കേട്ടോ. അതുകൊണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പാത്രമൊക്കെ എഡുവിച്ചിന് കിട്ടിയിട്ടുണ്ട്. എഡുവിച്ചിന് അതിനകത്ത് മണ്ണൊക്കെ വാരി കളിച്ചുകൊണ്ടിരിക്കുക. അവർ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കണ്ടോ, മണ്ണൊക്കെ കുത്തി വാരി എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അത് വെള്ളത്തിൽ കൊണ്ട് ഒഴിക്കുക. നല്ല പരിപാടിയാണ്. ഇതെന്തിൻ്റെ മുട്ട കൈ കിടക്കുന്നത്? അടയിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന മുട്ടകൾ കണ്ടോ. കോഴിയുടെ മുട്ടയാണോ ഇത്? താറാവിൻ്റെ മുട്ടകളാണ് കേട്ടോ. അടയിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന താറാവിൻ്റെ മുട്ടകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഈ താറാവിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ വിരിയിച്ചെടുത്തേക്കുന്ന താറാവ് കുഞ്ഞുങ്ങളാണിത്. ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചെടുത്തേക്കുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അതുകൊണ്ട് താറാവ് കുഞ്ഞുങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്കെല്ലാവരും കാണാം. അപ്പുറം അവർക്ക് വേണ്ടിയിട്ട് കുളം റെഡിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ പതിയെ ആ കുളത്തിലോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ ഈ താറാവിന് നമ്മളെ അടുത്തോട്ടൊക്കെ വരാൻ പേടിയായിരുന്നു. ഇപ്പോൾ അതുങ്ങളുടെ ആ പേടിയൊക്കെ മാറി മാറി വരുന്നുണ്ട്. നമ്മുടെ താറാവുകളെല്ലാം ഓടിച്ച് കൂട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. താറാവുകൾക്ക് അത്ര അനുസരണയില്ല. അവളുമാർക്ക് ഇങ്ങനെ പുറത്തോടെ കറങ്ങി നടക്കണം എന്ന് അവളുമാർക്ക് ആഗ്രഹം. കണ്ട അങ്ങനെ പതിയെ അവന്മാരെ എല്ലാം കൊണ്ട് കൂട്ടിനകത്ത് കയറ്റി. അതേസമയം ഒരു പൂച്ച ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പൂച്ച ഓടി വന്നിട്ടുണ്ട്. താറാവിനെ പിടിക്കാനാണോ മുട്ട എടുക്കാനാണോ ഇല്ല, വളർത്തുന്ന പൂച്ചയാണത് കേട്ടോ. വളർത്തുന്ന പൂച്ചയാണ്. കാരണം നമ്മുടെ താറാവുകളെല്ലാം കൂട്ടിൽ കയറിയിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കാടക്കോഴിയുടെ വലിയൊരു കോഴിയെ കണ്ടോ. ഇതിൻ്റെ പേര് അറബി പേര് അജൽ എന്നാണ്. മലയാളം പേരെന്താണെന്ന് നമുക്കറിയില്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ. 100 ദിർഹംസൊക്കെയാണ് ഈ ഒരു കോഴിയുടെ വില. ഒരു കോഴിക്ക് 100 ദിർഹംസ് വിലയുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് 2000 രൂപയോളം വില വരും ഈ ഒരു കോഴിയുടെ. കണ്ടോ, പറന്ന് മേളിലൊക്കെ കയറും കേട്ടോ. അവർ പറക്കുന്നവരാണേ. കണ്ടോ, പറന്ന് കയറുന്നതുണ്ടോ മേളിലോട്ട്. ഇവർ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോഴിക്ക്. ഇതാണ് ഇവിടുത്തെ ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ അജലിൻ്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. നല്ല ഇവിടുത്തെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വേറെ കൂട്ടിലോട്ട് മാറ്റി ലൈറ്റൊക്കെ ഇട്ട് ചൂട് കൊടുത്തിട്ടേക്കുവാണ് ഇവനെ. ഇതാണ് ഇൻക്യുബേറ്റർ. ഇതിന്റെ ടെമ്പറേച്ചർ എത്രയൊക്കെ? 30.8. AC ഒക്കെ ഇട്ട മുറിയിൽ ടെമ്പറേച്ചറിലാക്കി മുട്ടയാക്കി വെച്ചേക്കാം. ഇതെല്ലാം നാളത്തേക്ക് വിരിയുന്നതാണ്. ഇപ്പൊ ആടിയത്തെ ലെയർ വെക്കും, അത് ഇത്ര മുട്ടയേ ഉള്ളൂ? 108 മുട്ട വെക്കാം. താറാവിന് എല്ലാം സെയിം ഈ ഇൻക്യുബേറ്റർ. കാടയ്ക്കും എല്ലാം ഇത് തന്നെ. ഇത് കണ്ടോ, നല്ല പുല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്ന കണ്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മരുഭൂമിയാണെന്ന് പറയുമോ? നമ്മുടെ നാട്ടിലെ നല്ലൊരു കൃഷി സ്ഥലത്ത് ചെന്ന ഒരു ഫീല് കിട്ടുന്നില്ല ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോഴത്തേനും. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇവരിങ്ങനെ മരുഭൂമിയിലും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം. ഈത്തപ്പഴമൊക്കെ വിളഞ്ഞ് നല്ല വിളവെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അത് പറഞ്ഞപ്പോഴത്താണ് നമ്മളൊരു 5-6 മാസം മുന്നേ ഈ ഈത്തപ്പഴം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് ഈ ഈത്തപ്പനകളിൽ നടക്കുന്ന പരാഗണം എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവർക്കായിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് കയറി കാണാം. അത് നല്ലൊരു പ്രോസസ്സാണത്. അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടൊരു വീഡിയോ ആണ് ഈത്തപ്പനങ്ങളുടെ പോളിനേഷൻ പ്രോസസ്സ്. ഇതുകൊണ്ട് ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മണ്ട പോയ തെങ്ങാണ്. ശരിക്കും മരുഭൂമിയിലും തെങ്ങൊക്കെ വളരും. കേരളത്തിൽ മാത്രമല്ല മരുഭൂമിയിലും തെങ്ങൊക്കെ വളരുന്നുണ്ട്.
പക്ഷേ ഇതിൻ്റെ മണ്ട പോയി. ഇതിന് തേങ്ങ വല്ല ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ? തേങ്ങയൊക്കെ ഉണ്ടായ ഒരു തെങ്ങാണ് കേട്ടോ. പക്ഷേ പോയി, സംഗതി ഉണങ്ങിപ്പോയി. ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഒരു തെങ്ങ ഉണ്ടായിരുന്നല്ലോ, ഒറ്റ ഒരു തെങ്ങ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും സംഗതി പോയി. ഇത് കണ്ടോ, നല്ല മാതള നാരങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് കാണാനല്ലേ. പൂത്ത് ഉണ്ടായി നിൽപ്പുണ്ട്, കുഞ്ഞുങ്ങൾ ചെറുതും എല്ലാം നിൽപ്പുണ്ട്. നമ്മൾ വേണ്ട ഈത്തപ്പന തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നന്നായിട്ട് പുല്ലൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പുല്ലൊക്കെ വെച്ചേക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു കണ്ടത്തിലൊക്കെ ചെന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയമാണ്. നമ്മൾ പുറത്തൊക്കെ ഒരു 40-42 ഡിഗ്രിയൊക്കെ ചൂടുള്ള സമയമാണ്. അതേസമയം നമ്മൾ ഈ ഫാമിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ, ഒരു ശകലം പോലും ചൂട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും നന്നായിട്ട് ഇവരിവിടെ ഈ ഈത്തപ്പനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ശകലം പോലും, അത് വളരെ കുറഞ്ഞ ഒരു ചൂട് മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങൾക്കുണ്ടോ, വേർക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചുട്ടു പൊള്ളുന്ന ചൂടും. അതാണ് ഇപ്പോൾ ഈ ഒരുത്രവും നല്ല സെറ്റപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. ഇങ്ങനെ നല്ല ഒരു ഗ്രീനിഷ് ആയിട്ട് വെച്ചേക്കുന്നുണ്ട്. മരുഭൂമിയിലും വളരെ നന്നായിട്ട് ഇവർ ഇത്ര കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല ഒരു അധ്വാനം ഇവർ ഇതിൻ്റെ പുറകിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉമ്മർക്കായൊക്കെ നന്നായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇതിങ്ങനെ ഈ പരുവത്തിലാക്കി എടുക്കുന്നത്. കാടക്കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. രാവിലെയും വൈകുന്നേരമാണ് ഇവർക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, എന്നാൽ കുറേ എണ്ണം ഉണ്ട്. എല്ലാം പറന്ന് വന്ന് തിന്നുന്നത് കണ്ടോ. വെള്ളയുണ്ട്, കറുപ്പുണ്ട്, പല കളറിലുള്ള. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും വെള്ള കാടക്കോഴിയൊക്കെ കാണുന്നത് കേട്ടോ. ഈ കാടമുട്ട ഉണ്ടല്ലോ, ഇതുങ്ങൾ ഇവിടെ തന്നെ അടയിരുന്ന് വിരിയുകയൊക്കെ ചെയ്യുമോ? അടയിരുന്ന് വിരിയുമല്ലേ? എത്ര ദിവസമൊക്കെ എടുക്കും ഇത് അടയിരുന്ന് വിരിയാൻ വേണ്ടിയിട്ട്? 17 ദിവസം അല്ലേ? അപ്പോൾ മുട്ട ഇൻക്യുബേറ്ററിലും 17 ദിവസം. ഇപ്പോൾ അടയിട്ട് വിരിയിക്കുവാണെങ്കിലും 17 ദിവസം തന്നെ എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇതുങ്ങൾ വന്നിട്ട് മുട്ട ഇടാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും ഈ കാടക്കോഴി വന്ന് മുട്ട ഇടാൻ? 2 മാസത്തിനുള്ളിൽ മുട്ട ഇടാൻ തുടങ്ങും. ആ, ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇറച്ചിക്കൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാ പ്രായമായ കാടകളെയായിരിക്കും പിടിക്കുന്നത്? 2 മാസമായ കാടകളെ നമുക്ക് ഇറച്ചിക്കും പിടിക്കാം. അത് നിങ്ങൾ മുട്ട ഇടാൻ തുടങ്ങും അല്ലേ? വേണ്ട, കൊച്ചിന് കിട്ടിയ കാടമുട്ടകൾ കാണിക്കാം കേട്ടോ. കൈ നിറയെ കാടമുട്ടകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറക്കിയെടുത്ത മുട്ട നമുക്കുള്ളത് കേട്ടോ. നമ്മളിത് കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകും. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ആടുകളെ കാണാൻ പോവാണ് കേട്ടോ. ഇവിടെ കുറേ ആടുകളുണ്ട്, കുറച്ച് നടന്നാലേ ഉള്ളൂ അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കട കൂടെ ആടിനെ കാണാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട്. എഫറിനും എഡുവിനൊക്കെ മടുത്ത്, ശരിക്കും പറഞ്ഞാൽ മണ്ണിലൊക്കെ കളിച്ച് അവർ മടുത്ത്. അങ്ങനെ നമ്മൾ നടന്ന് ആടുകളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നടന്ന് ആടുകളുടെ അടുത്ത് എത്തി. നമ്മൾ വന്നപ്പോൾ അവർ പേടിച്ചോടി പോവാണ്. ഇവിടെ ചെമ്മരിയാടും ഉണ്ട്, കോലാടും ഉണ്ട്. 2 ടൈപ്പ് ആടുകളും ഉണ്ട് കേട്ടോ. കോലാട് അപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത്. ഈ ആടിൻ്റെ നോട്ടക്കാരൻ ആ ചേട്ടനാണ് കേട്ടോ. പുള്ളി അത് നിങ്ങൾക്ക് തീറ്റയെല്ലാം ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ബൈജാൻ കൈസേ? ആപ്കാ നാം ക്യാ ഹൈ? മുഹമ്മദ് അക്ബർ. അവിടെ ചെമ്മരിയാടുകളുടെ മുടിയൊക്കെ ഇവിടെ തന്നെ ഇവർ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ പുള്ളിയാണ് ആടുകളെല്ലാം നോക്കുന്നയാൾ. ഈ ആടുകളെ കറക്കാറുണ്ടോ? ആടിനെ കറന്ന് പാലൊക്കെ എടുക്കാറുണ്ടോ ഇതിൻ്റെ? അതോ പാലല്ല, കുട്ടികൾക്ക് തന്നെ കൊടുക്കലുള്ളൂ. അപ്പോൾ ഇതെന്താ, ഇത് വളർത്തിയിട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് എടുക്കുമോ? പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഇങ്ങോട്ട് ഇറച്ചിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ? വിശേഷ ദിവസങ്ങളിലെല്ലാം ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. പുറത്ത് കൊടുക്കില്ലല്ലോ, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. വർഷത്തിൽ ഒരിക്കൽ പുറത്തൊക്കെ കൊടുക്കും. അപ്പോൾ ആ ചെമ്മരിയാടുകളെ ഇറക്കുമോ? അതുങ്ങളെ ഇറക്കും. ഫാമിൻ്റെ അകത്തൂടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈക്കിളാണിത്. ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പം ഉമ്മർക്കായ്ക്ക് ഒത്തിരി താങ്ക്സ്. കാരണം നമ്മളെല്ലാം നന്നായിട്ട് കാണിച്ചു തന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നും അതുപോലെ നമുക്ക് മുട്ടയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ പറയുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോണും കൂടെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്